പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. നേതൃയോഗത്തിൽ ആവശ്യം. കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രന്റെ മറുപടി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തായാലും ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എന്നാലും ഈ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഏത് തരത്തിലുള്ള നടപടിയിലേക്കായിരിക്കും ബി.ജെ.പി. കടക്കുന്നുണ്ടാകുക? ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്? നിലവിൽ പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച് വിപുലമായ ഒരു ചർച്ചയും ഇന്നത്തെ നേതൃയോഗത്തിൽ നടന്നിട്ടില്ല. അതാണ് വസ്തുത. കാരണം ഇത് കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ച പ്രകാരം ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും നടന്നത്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് അവരുടെ അനുഭവം വിവരിക്കുന്നതിനുള്ള ഒരു ചെറിയ സമയം നൽകിയിരുന്നു. ആ ഘട്ടത്തിലാണ് അതിലുണ്ടായിരുന്ന 3-4 പേർ എഴുന്നേറ്റ് ഇക്കാര്യത്തിൽ അന്വേഷണം വേണം, പാലക്കാട്ടെ തോൽവിയിൽ അന്വേഷണം വേണം എന്നുള്ള കാര്യം പറഞ്ഞത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരെ കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വി മുരളീധരനും കെ സുരേന്ദ്രനും ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പി കെ കൃഷ്ണദാസ്, എം ഡി രമേശും അടക്കമുള്ളവർ വിട്ടുനിൽക്കുകയുമാണ്. ആ ഘട്ടത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞത്, തൽക്കാലം പാലക്കാട്ടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം അന്വേഷണവും കുറ്റക്കാർക്കെതിരായ നടപടിയുമാകാം എന്നാണ് പറഞ്ഞത്. എന്തായാലും 7-8 തീയതികളിൽ പാലക്കാട്ട് ജില്ലാ കമ്മിറ്റി ഈ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ 2 ദിവസങ്ങളിലും ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗം തെരഞ്ഞെടുപ്പ് വിപുലമായി തന്നെ ചർച്ച ചെയ്യും. പ്രകാശ് ജാവദേക്കർ അടക്കം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തോൽവി സംബന്ധിച്ച് പഠിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നതും അതിന്മേൽ നടപടികൾ ഉണ്ടാകുന്നതും. ശരി ശ്രീകാന്ത്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്.